ഹലോ ഗൈസ്, ഇന്നൊരു കുഞ്ഞു ട്രാവൽ വീഡിയോ ആണ്. പ്ലാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അൽവാദ മോളിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ്. അവിടെ നിന്ന് മോസ്ക് സിറ്റി വരുന്നത് ഖലീഫ സിറ്റി. അവൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. നമ്മൾ അതാണ് പ്ലാൻ. നമ്മൾ പണ്ട് പോയ സ്ഥലം നമ്മുടെ സ്ഥലം ഖാലിദിയ. ഇവിടെയാണ് നമ്മൾ പണ്ട് താമസിച്ചിരുന്നത്. നമ്മൾ ബീച്ചിൽ പോയിരുന്ന സ്ഥലം. അയ്യോ, ഇവിടെയായിരുന്നു നമ്മുടെ സ്ഥലം. എൻ്റെ ഓഫീസ് ഇവിടെ. ഡെസ്റ്റിനേഷനായ ഗ്രാൻഡ് മോസ്ക് എത്തി. ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തുള്ള വലിയ ഡോമിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമുക്ക് എൻട്രൻസ് വരുന്നത്. അവിടെ നിന്നിട്ട് ജസ്റ്റ് ഒരു 360 ഡിഗ്രി തിരിഞ്ഞതാണ്. മാഷാഅല്ലാഹ്. അയ്യോ, ആഫ്റ്റർ ലോങ് 2 years. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ഞാൻ UAE വേറെ കണ്ടിട്ടില്ല. സൗന്ദര്യം അതിൻ്റെ ഏറ്റവും പീക്കിലെത്തി നിന്നിട്ട് ആ കാഴ്ചകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ മാറ്റുക എന്ന് പറയുന്നൊരു മായാജാലമാണ് ഗ്രാൻഡ് മോസ്കിൽ വരുമ്പോൾ എനിക്ക് എപ്പോഴും കിട്ടുന്നത്. Basement going down. Okay. Basement. തിരിച്ചില്ല, അല്ല അങ്ങോട്ട് പോകുന്നില്ല. വീണോ? ഇപ്പൊ ഏതാണോ എന്ത് വരുന്നത്? തുറക്കണോ? അതൊന്നും കേൾക്കുന്നില്ലല്ലോ. പക്ഷേ ബാക്കിലില്ല, പക്ഷെ വളഞ്ഞിരിക്കുന്നല്ലേ. ഞങ്ങൾ ആ ഡോമിൻ്റെ ഉള്ളിൽ കൂടി താഴേക്ക് ഇറങ്ങി. ഒരു ടോളറൻസ് പാത്ത് എന്ന് പറയുന്നൊരു അണ്ടർഗ്രൗണ്ട് പാത്ത് ഉണ്ട്. അതുവഴി പോയി മേലെ കയറുമ്പോഴാണ് നമ്മൾ ഗ്രാൻഡ് മോസ്കിൻ്റെ അടുത്തെത്തുക. ഓൾമോസ്റ്റ് ഒരു 1 kilometer ഡിസ്റ്റൻസ് ബസ് സ്റ്റോപ്പിലെ ആ എൻട്രൻസിൽ നിന്ന് മോസ്കിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. ഇനി എത്ര വട്ടം കണ്ടാലും മതിവരാത്തൊരു കാഴ്ച തന്നെയായിരിക്കും ഈ ഗ്രാൻഡ് മോസ്ക് ഇങ്ങനെ വന്ന് കാണുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ വേറൊരു ലോകത്ത് എത്തിപ്പെട്ട പോലെയാണ്. അതാ കൺസ്ട്രക്ഷൻ്റെ ഗുണമാണോ, അവിടുത്തെ ഭംഗിയായിട്ട് അവർ വെച്ചിരിക്കുന്ന ഓരോ സംഗതികളുടെയും ഗുണമാണോ, അതോ അവിടെ വരുന്ന മനുഷ്യരുടെ പ്രാർത്ഥനകളുടെ ഗുണമാണോ ഒന്നും അറിയില്ല. മെല്ലെ മെല്ലെ നമ്മുടെ ഉള്ളിലും
പുറമേ ഉള്ള തന്നെ ബഹളങ്ങളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ആകുന്ന പോലെ തോന്നും. ഒരു സമാധാനം കിട്ടും, ഒരു സന്തോഷം കിട്ടും. നമ്മുടെ ഉള്ളിലുള്ളൊരു കുട്ടി ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എല്ലാം നോക്കി കാണാനും കാണുന്നതിലൊക്കെ സന്തോഷിക്കാനും അവർ ചെയ്തു വെച്ചിരിക്കുന്ന ആ വണ്ടേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കുട്ടി, നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടി മനസ്സിങ്ങനെ ഇറങ്ങി അവിടെയൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. അതിനി എത്ര വട്ടം വന്നാലും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഇത് ഞാൻ ഓർക്കുന്നില്ല, 3-ാമത്തെയോ 4-ാമത്തെയോ വട്ടമാണ് ഞാനിവിടെ വരുന്നത്. പക്ഷെ സ്റ്റിൽ അതിൻ്റെ ഭംഗിയിൽ ഞാനിങ്ങനെ മതിമറന്നു പോകുമായിരുന്നു. ഇവിടെ വരാൻ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഡ്രസ് കോഡുണ്ട്. ഫുള്ളി നമ്മൾ ഗേൾസിനാണെങ്കിൽ മുടിയും കവർ ചെയ്യുന്ന, കൈ മുഴുവനായും കവർ ചെയ്യുന്ന, കാലും മുഴുവനായും കവർ ചെയ്യുന്ന ഡ്രസ്സ് ഇടണം. ട്രാൻസ്പെറൻറ്റ് ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയാണ്. ബോയ്സിനും 3/4 പാൻറ്റൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ടീഷർട്ടൊക്കെ ഓക്കെയാണ്. മറ്റേ ഷോർട്സ് ഒന്നും ഇടാൻ പാടില്ല. അങ്ങനെ പിന്നെ വളരെ ക്ലോസ് ആയിട്ട് കെട്ടിപ്പിടിച്ച് നിന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗ്രാൻഡ് മോസ്കിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അവിടെ കയറി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് വേണം നമ്മൾ വരാനായിട്ട്. أشهد أن محمدًا رسول സെൻട്രലാ അന്തവട്ടത്തുക്കുൾ മിതന്തിരുന്താനില വിരിച്ച് പറന്നു പോനാനില. ഇത്
അവിടെ ഒരു അലൈനിൽ വരുന്ന പുതിയൊരു മോസ്കിൻ്റെ ഒരു മോഡൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള യാത്രകളുമായി വീണ്ടും കാണാം. ബൈ ബൈ. കൽബിനകമേ കബപണിതേ അതുള്ളസ്വദായ് നീയും പതിഞ്ഞേ ഇതര പോയിടേ റൂഹ് പിടഞ്ഞേ കിബ്ല തിരിഞ്ഞേ കിബ്ര വെടിഞ്ഞേ പകലിരവുകളുടെ റബ്ബ് ഇഹപരമിലും തുണറബ്ബ്